മനസ്സിന്റെ വികാരതലങ്ങളെ സ്പർശിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കലാരൂപമാണ് ചലച്ചിത്രം. ഈ സാധ്യത തന്നെയാണ് എന്റെ വെള്ളിത്തൂവൽ എന്ന് പറയുന്ന ചിത്രം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. സമർപ്പിത ജീവിതത്തിന്റെ ത്യാഗനിർഭരമായ കഥ പറയുന്ന ചിത്രം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പ്രധാന പ്രമേയം അന്യം നിന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളും അബോർഷനും തുടങ്ങിയ കുടുംബജീവിതത്തിൽ കണ്ടുവരുന്ന അപജയങ്ങളൊക്കെയാണ്. എന്റെ വെള്ളിത്തൂവൽ എന്ന് പറയുന്ന ചലച്ചിത്രം പ്രേക്ഷകരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ആ ചിത്രം കേവലം ക്രൈസ്തവ കുടുംബ മൂല്യങ്ങൾ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, മറിച്ച് സ്നേഹത്തിന്റെയും നന്മയുടെയും സാർവത്രിക മൂല്യങ്ങളുടെയും ഒട്ടനേകം കഥകളാണ്. അതെ, ഈ ചലച്ചിത്രം ഒരു ചരിത്രമാണ്. കാരണം മറ്റൊന്നുമല്ല, ചിത്രത്തിന്റെ കഥയും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് MSJ സന്യാസിനി സമൂഹത്തിലെ ഒരു സമർപ്പിതയാണ്. ഒപ്പം തന്നെ ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകർ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരാണ്. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് ചേർന്ന സീറോ മലബാർ പിതാക്കന്മാരുടെ സിനഡ് മധ്യയാണ് ചിത്രം ആദ്യം പ്രദർശനത്തിനെത്തിയത്. ടോംസ് ഇപ്പൊ എവിടെയാ? ഇതിനെയൊക്കെ പഠിപ്പിച്ചെടുക്കുമ്പോഴേക്കും എന്താ ചെലവ്? ഒന്നുള്ളതിന് തന്നെ എനിക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ല. പിന്നെ ഈ സമ്പാദിക്കുന്നൊന്നും വീതിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, എന്താണോ തന്റെ പപ്പയുടെ പേര്? തോപ്പി. നീ കൊള്ളാവല്ലോടാ മിടുക്ക. നല്ല കുട്ടികളെ സ്വർഗത്തിൽ പോകും. ഓരോ കുഞ്ഞു നന്മ ചെയ്യുമ്പോഴും നിന്റെ മാലാഖ ചിറകിൽ ഓരോ വെള്ളത്തൂവൽ ഈശോ തുന്നി ചേർക്കും. ഓരോ ദിവസവും എന്തെങ്കിലും പുതിയ വികൃതി അവൻ കണ്ടുപിടിക്കും. നല്ല ക്ഷമ വേണം അവനോട് സൗമ്യമായി സംസാരിക്കാൻ. ഇന്നത്തെയും കുട്ടി 30 ദിവസത്തെ ഉപവാസമായല്ലോ. എന്റെ ഉണ്ണികളാ, എന്നാലും എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ട്. 1 2 3 4. അതെ, ഇതല്ല ഈ ആടിന്റെ കുട്ടികളാണോ? അതെ മോനെ. എന്താ? ഈശോയെ, ടോംസിനെ നിനക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞായി വളർത്തണമേ. അവന്റെ കുട്ടിക്കുറുമ്പൊക്കെ മാറ്റി ഒരു വിശുദ്ധ കുഞ്ഞാക്കണേ. അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ ഏറ്റുകൊള്ളാം. മക്കളെ, നിങ്ങളെല്ലാവരും ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളരണം. നാളെ ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ നമുക്ക്. ഈശോ നിങ്ങളുടെ കുഞ്ഞു ഹൃദയത്തിൽ എഴുന്നള്ളി വരുമ്പോൾ നിങ്ങൾ ഈശോയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. എന്റെ കൂടെ ഓടിക്കളിക്കാനോ കഥ പറയാനോ അനിയനോ അനിയത്തിയോ ആരുമില്ല. ഈശോയെ, ഇവന് നല്ല കുഞ്ഞായി എന്നും കാത്തോളേ. ആധുനിക ലോകത്തെയും സഭയെയും സ്വാധീനിച്ച വലിയ ചരിത്ര സംഭവമായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. കൗൺസിൽ കുടുംബത്തെ വിശേഷിപ്പിച്ചത് ഗാർഹിക സഭയെന്നാണ്. ഇന്നേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഗാർഹിക സഭയും ആ സഭയാകുന്ന കുടുംബത്തിലെ മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റിയും ഏറ്റവും മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു കൊച്ചു ചിത്രമാണ് MSJ സഭയിലെ സിസ്റ്റർ ജിയ അവതരിപ്പിക്കുന്ന എൻ്റെ വെള്ളിത്തൂവൽ എന്ന ചിത്രം. മാത്രമല്ല, ഈ കുടുംബജീവിതത്തെ സ്വാധീനിക്കാനും ശക്തിപ്പെടുത്തുവാനും വൈദിക സന്യാസ ജീവിതങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ടെന്നും കഴിയുമെന്നും ഈ ചിത്രം മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. സിസ്റ്റർ ജിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുവാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. തലശ്ശേരി അതിരൂപതയുടെ നാമത്തിലും
ഇവിടുത്തെ ദൈവജനത്തിൻ്റെ നാമത്തിലും എല്ലാവിധ ആശംസകളും മംഗളങ്ങളും സിസ്റ്ററിനും സിസ്റ്റർ നേതൃത്വത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന എൻ്റെ വെള്ളിത്തൂവൽ എന്ന ചിത്രത്തിനും നേരുകയാണ്. ഇതിന് പ്രചാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചിത്രം കാണുന്നവരിലും ഈ ചിത്രം വീക്ഷിക്കുന്ന സകലിലും ഇത് പുതിയ ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. MSJ സന്യാസ സമൂഹത്തിലെ കോഴിക്കോട് സെൻറ് തോമസ് പ്രൊവിൻസിലെ അംഗമാണ് സിസ്റ്റർ ജിയ MSJ. ജന്മവാസനയായി തനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ ഫോർമേഷൻ കാലത്ത് തന്നെ വളരെ സന്തോഷത്തോടുകൂടി ജിയ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു സിനിമ ഇറക്കണമെന്ന് സിസ്റ്റർ ചോദിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. മൂല്യങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ അതിന് അനുവാദം കൊടുത്തു. ഏറെ പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് വെള്ളിത്തൂവൽ എന്ന സിനിമ പ്രേക്ഷകരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഉദ്യമത്തിന് ജിയയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പാലക്കാട് രൂപതയിലെ ഇരുമ്പകച്ചോല ഇടവകയിൽ കോമ്പേരിയിൽ ജോയ് LC ദമ്പതികളുടെ 10 മക്കളിൽ 4-മത്തെയാൾ. ഈ 10 മക്കളിൽ 3 പേരും സമർപ്പിത ജീവിതത്തിൻ്റെ വിളി സ്വീകരിച്ചവരാണ്. ആതുര ശുശ്രൂഷയുടെ മേഖലയിൽ വ്യാപരിക്കുമ്പോഴും എഴുത്ത് ഈ സമർപ്പിതയ്ക്ക് ശക്തമായ ഒരു ആയുധമാണ്. അന്യം നിന്നു പോകുന്ന കുടുംബ മൂല്യങ്ങളെക്കുറിച്ച് സമൂഹത്തോട് സംവദിക്കുവാൻ ഈ ആയുധത്തെ അവർ ഉപയോഗിക്കുന്നു. അവിടെ നിന്നും സിനിമയുടെ പ്രകാശത്തിലേക്ക് ഒരു ചുവടുവയ്പ് കൂടി നടത്തിയിരിക്കുകയാണ് ഈ സന്യസ്ത. എൻ്റെ വെള്ളിത്തൂവൽ എന്ന ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്ന സിസ്റ്റർ ജിയ MSJ ആണ് ഇന്ന് നമ്മളോടുകൂടി ആയിരിക്കുന്നത്. സിസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സിസ്റ്റർ. നമസ്കാരം. ചെറുപ്പം മുതൽ തന്നെ എഴുത്ത് സിസ്റ്ററിന് ഒരു ഇഷ്ട വിഷയമായിരുന്നു. എങ്ങനെയായിരുന്നു എഴുത്തിലേക്കുള്ള വരവ്? ചെറുപുഷ്പം മിഷൻ ലീഗിലൂടെയാണ് ഈ എഴുത്തിൻ്റെ മേഖലയിൽ എനിക്ക് വളരാനായിട്ട് സാധിച്ചത്. ചെറുപുഷ്പം മിഷൻ ലീഗിൻ്റെ രചനാ മത്സരങ്ങളിൽ ഒരു 5ാം ക്ലാസ് തൊട്ട് ഞാൻ എല്ലാ വർഷവും മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. കഥ എഴുതി സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങനെ തുടർന്ന് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ തുടർന്ന് എഴുതണമെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ മടത്തി വന്നതിന് ശേഷവും എന്തെങ്കിലും മത്സരങ്ങളൊക്കെ വരുമ്പം മത്സരത്തിൽ പങ്കെടുക്കും, സമ്മാനങ്ങളും കിട്ടാറുണ്ട്. അതോടുകൂടി കഴിയുമായിരുന്നു. പിന്നീട് ഒരു 4 വർഷം മുൻപ് ആണ് വീണ്ടും ഞാൻ എഴുതി തുടങ്ങുന്നത്. MST അച്ഛന്മാരുടെ കടുകുമണി എന്നൊരു മാസികയ്ക്ക് വേണ്ടി, ഒരു പ്രേക്ഷിത മാസികയാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ കഥകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതിയ കഥകൾ 1-2 കഥകളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുത്ത് നിർത്തി. അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, എന്തായാലും ഇത് നിർത്തരുത്, ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി മൂല്യങ്ങൾ കുട്ടികൾക്കും ഒപ്പം മുതിർന്നവർക്കും കൊടുക്കുന്നതാണ്, അതുകൊണ്ട് സിസ്റ്റർ എന്തായാലും തുടർന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഈ മാസികയിൽ കഥകൾ എഴുതുന്നുണ്ട്. സിസ്റ്ററിൻ്റെ ആദ്യ ബാലമാസികയായ ഈശോയ്ക്കൊരു പൂക്കുട, ആ ബുക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ പുസ്തകത്തിൻ്റെ രചനയെക്കുറിച്ചൊന്ന് പറയാം. ഈശോയ്ക്കൊരു പൂക്കുട ഈ MST അച്ഛന്മാരുടെ കടുകുമണി മാസികയിൽ എഴുതിയിട്ടുള്ള ഒരു 20 കഥകൾ ചേർത്ത് അച്ഛന്മാർ തന്നെ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. അതിനകത്ത് ഒത്തിരി ആശയങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. ആശയങ്ങളെക്കാൾ ഉപരി ഓരോ കഥയും ഓരോ ക്രിസ്തീയ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതാണ്. അപ്പം കുട്ടികളിലൊരു പ്രേക്ഷിത തീക്ഷ്ണത വളർത്താനായിട്ട് ഒത്തിരി ഉപകരിക്കുമെന്ന് തോന്നി. അച്ഛന്മാരിങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പം കോൺഗ്രിഗേഷന് ചോദിച്ചു, അപ്പം സമ്മതിച്ചു. അങ്ങനെയാണ് ആ ഒരു പുസ്തകം ഇറക്കാനായിട്ട് സാധിച്ചത്. പുസ്തക രചനയിൽ നിന്ന് സിനിമ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള വരവ്? കടുകുമണി മാസികയ്ക്ക് വേണ്ടി എഴുതിയൊരു ചെറിയ കഥയാണ് സത്യത്തിൽ ഈ സിനിമയുടെ കഥ. അങ്ങനെ കഥ എഴുതി കഴിഞ്ഞപ്പം ഇതിനു മുമ്പ് ഈ കടുകുമണി മാസികയിൽ വന്ന കഥകളെല്ലാം കൂടിയാണല്ലോ ഈശോയ്ക്കൊരു പൂക്കുട എന്ന പുസ്തകം തയ്യാറാക്കിയത്. അപ്പോൾ അതിനകത്ത് പല കഥകളും വായിച്ച് മുതിർന്നവരും അതുപോലെ ഈ ഫിലിം ഫീൽഡിൽ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ പറഞ്ഞു, ഇതിനകത്ത് ഒരുപാട് കഥകൾ സിസ്റ്ററിന് ഷോർട്ട് ഫിലിം ചെയ്യാൻ പാകത്തിനുള്ള പുതിയ ആശയങ്ങളും നല്ല വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള കഥകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു കഥ എഴുതിയപ്പം ഇതൊരു ഷോർട്ട് ഫിലിമിലേക്ക് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ. പിന്നീട് ഓർത്തു അതിനകത്ത് കുറച്ച് ആശയങ്ങൾ മാത്രമേ ഉള്ളൂ, കുറച്ച് കുട്ടികൾക്ക് അല്ലെങ്കിൽ കുറച്ച് ഏരിയയിൽ മാത്രം നമുക്കത് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിപുലമായിട്ടും നമുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ ചെറിയ കഥയെ കുറച്ചും കൂടിയൊക്കെ വിപുലീകരിച്ച് എഴുതി ഒരു സിനിമാ കഥയാക്കി മാറ്റി. പിന്നീടാണ് ഈ കഥ ഒരു സിനിമയായിട്ട് തീർന്നത്. മലയാള സിനിമയുടെ എന്നല്ല, സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സമർപ്പിത
വാണിജ്യ മൂല്യമുള്ള ചിത്രം നിർമ്മിക്കുന്നത്. ഈ ചിത്രത്തിലേക്ക് കടന്നു വരാനിടയായ സാഹചര്യം ഒന്ന് വിശദമാക്കാമോ? സത്യത്തിൽ എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുകയാണ്. ഈ സിനിമ ചെയ്യാനായിട്ട് ഞാൻ തന്നെയാണോ ഇറങ്ങി പുറപ്പെട്ടത്? എൻ്റെ കരങ്ങളിലൂടെയാണ് ഇത്ര വലിയൊരു സംരംഭം നിറവേറ്റപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുകയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു. കാരണം കത്തോലിക്ക കുടുംബങ്ങളിൽ ക്രൈസ്തവ മൂല്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ദൈവം തന്നെ ഒരു വലിയ പദ്ധതി ഒരുക്കി എന്നെ അതിനകത്തൊരു ഉപകരണമാക്കി എന്ന് മാത്രം. ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നാണ് ഈ സിനിമയുടെ നിർമ്മാണം ഞങ്ങൾ പൂർത്തീകരിച്ചത്. പലരും ചോദിച്ചു, സിസ്റ്റർ എന്തിനാണ് സിനിമ എടുക്കുന്നത്, സിസ്റ്റർ എന്ത് തരം സിനിമ എടുക്കുന്നത്, ഇത് വല്ല സിനിമ വിറ്റ് കാശാക്കാനാണ്, അങ്ങനെ പല ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പം അവിടെ ഒന്നും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ വളരെ ധൈര്യപൂർവ്വം പോകുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഇത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു. ഈ കാലഘട്ടത്തിലെ തന്നെ വലിയ 2 തിന്മകളാണ് അബോർഷനും അതുപോലെ തന്നെ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളും. ഇത്ര ഗൗരവമേറിയ വിഷയങ്ങൾ വളരെ ലളിതവും പ്രൗഢവുമായി ഈ ചിത്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് തിരക്കഥ എഴുതാൻ സാധിച്ചത്? നമുക്ക് ഒരു സന്ദേശം കൊടുക്കാൻ ചിലപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ ലോകത്തിൽ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയൊരു തിന്മയാണ് അബോർഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സിസ്റ്ററാണെന്ന് പറഞ്ഞല്ലോ. ചില സമയത്ത് യുവദമ്പതികൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അടുപ്പിച്ച് പല ആഴ്ചകളിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ആദ്യമൊന്നും എനിക്കിതെന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ചോദിച്ചു, അതെന്തി അപ്പോൾ തലയാഴ്ച പോസിറ്റീവ് ആയിരുന്നല്ലോ വീണ്ടും വന്ന് എന്തി? അത് അബോർഷനായി പോയി സിസ്റ്റർ, ഇങ്ങനെ വളരെ സില്ലിയായിട്ട് പറയുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ അകത്ത് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഇത് പലരും ആവർത്തിക്കുന്നു കണ്ടപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ അപാകതയുണ്ടല്ലോ എന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചു, അബോർഷനായി പോയത് തന്നെയാണോ അതോ നിങ്ങൾ കളഞ്ഞതാണോ? അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത്, അത് യാതൊരു സങ്കടം ഇല്ലാതെയാണ് അവർ പറയുന്നത്, സിസ്റ്റർ ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായത്. ഞങ്ങൾ 10 മക്കളുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങൾ കൂടുതൽ ഉള്ള സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അത് വേറെ ഒന്ന് തന്നെയാണ്. അത് നമുക്ക് 1-2 കുട്ടികളുള്ള കുടുംബത്തിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ വരുന്ന ദമ്പതികളിൽ അധികം കത്തോലിക്കരാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വേദന. ക്രിസ്തുവിനെക്കുറിച്ച് ഇത്രയും അറിയാവുന്ന ആളുകൾ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു സന്ദേശം ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലേക്കെല്ലാം ഈ സന്ദേശം കടന്നു ചെല്ലണം. അതായത് ദൈവം ദാനമായി നൽകിയ അല്ലെങ്കിൽ ദൈവം സമ്മാനമായി നൽകിയ ഈ കുരുന്നുകളെ സംരക്ഷിക്കണം. ഈ അബോർഷൻ എന്ന ആ തിന്മയ്ക്കെതിരെ നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു സന്ദേശം ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയത്. എവിടെയും സിസ്റ്ററിന്റെ ഫോക്കസ് എപ്പോഴും കുട്ടികളാണ്. സിനിമയായാലും എഴുത്തായാലും എന്താ ഈ കുട്ടികളെ തന്നെ ഫോക്കസ് ചെയ്യാനുള്ളൊരു കാരണം? നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ യുവജനങ്ങൾ, പിന്നീട് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ കരുത്തായി നെടുന്തൂണുകളായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുനാൾ നമ്മളൊരു 10 വയസ്സ് വരെ എന്താണ് പഠിച്ചിട്ടുള്ളത് അതാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതിനുശേഷം ഒരു 15 വയസ്സിന് ശേഷം നമ്മളെ പഠിപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ മാറ്റിയെടുക്കാറുണ്ട് ജീവിതത്തിൽ. സ്വഭാവമാണെങ്കിലും ചില ശൈലികളൊക്കെ ആണെങ്കിലും ചിലപ്പം തനിയെ മാറാറുണ്ട്, ചിലത് നമ്മൾ മാറ്റിയെടുക്കാറുണ്ട്. പക്ഷേ ആ ഒരു 10 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഉള്ളിൽ കിട്ടിയേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ദുശീലങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുത്ത് വളർത്തുന്നോ അതായിരിക്കും അവർ ഭാവിയിലായിത്തീരുക. അതായത് ഈ സമൂഹത്തിൽ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. അതായത് സഭയുടെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായി ഇവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് സിനിമയിലെ പാട്ടുകളാണ്. എല്ലാ പാട്ടും മനുഷ്യൻ്റെ മനസ്സുകളെ കേൾക്കുന്ന എല്ലാവരെയും ഡിവോഷൻ സോങ്ങിനെ അപ്പുറത്തേക്ക് നമ്മളെ എന്തോ അതിനകത്തോട്ട് വലിച്ചെടുപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആത്മാവിൽ നിന്ന് തുടങ്ങുന്ന കുർബാന സ്വീകരണത്തിൻ്റെ സമയത്തിടുന്ന ആ ഒരു പാട്ട് ഒത്തിരി മനോഹരമായിട്ടുള്ളൊരു രചനയാണ്. ഈ പാട്ടിൻ്റെ രചനയെക്കുറിച്ചൊന്ന് പറയാമോ? ഈ ആത്മാവിൽ എൻ്റെ ആത്മാവിൽ എന്നുള്ള പാട്ട് ഒരുപാട് പേര് ഇപ്പോൾ കേട്ടവരൊക്കെ ഒത്തിരി നന്നായിട്ട് പറഞ്ഞു. അത് ഗാനം രചിച്ചിരിക്കുന്ന ഞങ്ങളുടെ തന്നെ സിസ്റ്ററാണ്, സിസ്റ്റർ നിവേദിത. സിസ്റ്റർ ഇപ്പോൾ ആഫ്രിക്കൻ മിഷനിൽ വർക്ക് ചെയ്യാണ്. സിസ്റ്റർ ഇവിടെ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഫിലിമിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അപ്പം സിസ്റ്ററിൻ്റെ ഒരു പാട്ട് ഇതിനു മുമ്പ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു, ഒരു സ്നേഹദീപമായി എരിയാം കാവൽ വിളക്കായി തെളിയാം എന്നുള്ളൊരു പാട്ട്. അത് ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു. അപ്പം ഞാൻ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ആദ്യം ആ പാട്ട് തരാമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പിന്നെ
അതിൻ്റെ വർക്ക് ബാക്കിയൊക്കെ ചെയ്തവരുടെയൊക്കെ പെർമിഷനൊക്കെ മേടിക്കും, ഇതെല്ലാം അന്വേഷിച്ച് നടക്കണമല്ലോ. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു വേറൊരു പാട്ട് എനിക്ക് എഴുതി തരാമോ. അപ്പോൾ സിസ്റ്ററിന് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇപ്പം എനിക്ക് പറ്റില്ല ജിയ, ഞാൻ പിന്നെ എഴുതി തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ എമർജൻസിയാണ്, ഓൾറെഡി 2 പാട്ട് കൊടുത്തു. ഇപ്പോൾ ഈ അച്ഛൻ ഇത് നമ്മുടെ അഗസ്റ്റിൻ പുത്തമ്പുര വിൻസെഷൻ അച്ഛനാണിത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ഛന് ഇത് ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ പാട്ടും കൂടെ വന്നു. അപ്പോൾ സിസ്റ്റർ നാളെ പിറ്റേ ദിവസം പരീക്ഷയുണ്ട് സിസ്റ്ററിന്. ഓക്കെ, എന്നാൽ സിസ്റ്ററിന് പരീക്ഷ കഴിഞ്ഞിട്ട് എന്ന് വെച്ച് ഞാൻ നിർത്തി. എന്തായാലും സിസ്റ്റർ രാത്രി ഒരു 12:30 ആയപ്പോൾ എന്നെ വിളിച്ചു. സിസ്റ്റർ ആ ഗാനം എഴുതിയിട്ടാണോ പറഞ്ഞത്, എന്നോട് ജസ്റ്റ് ലൈൻസ് പറഞ്ഞു തരികയാണോ എന്ന് പോലും അറിഞ്ഞുകൂടാ. സിസ്റ്റർ ഒരു 12:30 ആയപ്പം വിളിച്ചിട്ട് പറഞ്ഞു ജിയ വേഗം പേനും പേപ്പറും എടുത്ത് എഴുത്. അങ്ങനെ സിസ്റ്റർ അന്നേരം എനിക്ക് ഫോണിൽ കൂടി പറഞ്ഞു തന്ന ലൈൻസാണിത്. ഈ ചിത്രം ഒരുപാട് ആരവങ്ങളൊന്നും ഇല്ലാതെ പുറത്തിറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കുറച്ച് പേര് ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകൾ ഒഴിച്ചാൽ വേറെ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ ഇറങ്ങിയത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ ആളുകളും തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളാണ്. പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്ന അൽഫോൻസ് ജോസഫ് ആണെങ്കിലും, പാട്ട് പാടിയിരിക്കുന്ന വാണി ജയറാം ആയാലും, അഭിനയിച്ചിരിക്കുന്ന സരയു, ഹനീഫിക്ക, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ ഈ ഒരു ചെറിയ ചിത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു സംരംഭത്തിന് വേണ്ടി ഒരുമിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപയെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം ഈ സിനിമ തുടങ്ങുമ്പോൾ സിനിമയെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇത് ടെക്നിക്കലായിട്ട് ഞാൻ ഒന്നും പഠിച്ച ആളല്ല. എനിക്ക് ആകെ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കഥ എഴുതും, പിന്നെ ക്യാമറ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസ് കൂടി നടന്നെടുക്കുന്നൊരു സ്വഭാവം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അതിനെല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എനിക്കല്ലാതെ ടെക്നിക്കലായിട്ട് ഈ ഫിലിമിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ അൽഫോൻസ് ജോസഫിന് ഞങ്ങൾക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കിട്ടിയത് അത് വടക്കുംതല പിതാവാണ് ഞങ്ങൾക്ക് അൽഫോൻസിനെ പരിചയപ്പെടുത്തി തന്നത്. അന്നും എനിക്ക് അൽഫോൻസ് ജീസസ് യൂത്തിലുള്ള ഒരു വ്യക്തിയാണെന്നറിയാം, അങ്ങനെ കേട്ട് പരിചയമുണ്ട്. അല്ലാതെ ഈ ഫിലിം ഫീൽഡിൽ അൽഫോൻസ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഞാൻ കൂടുതൽ അൽഫോൻസിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ പലരും പറഞ്ഞു സിസ്റ്റർ ആദ്യമേ ചെയ്തൊരു പ്രോജക്റ്റിനകത്ത് തന്നെ അൽഫോൻസിനെയൊക്കെ കൊണ്ടുവരിക, എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഇത് ദൈവാനുഗ്രഹം. അതുപോലെ വാണി ജയറാമിനെ കൊണ്ട് പാടിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. വാണി ജയറാം പാടാനായിട്ട് ഒരു സാഹചര്യം ഒരുങ്ങിയത് ഈ ഗാനം, അതായത് വാണി ജയറാം പാടിയ ഗാനം സംവിധാനം ചെയ്ത ജയദേവൻ എന്ന് പറഞ്ഞ മാഷ്, പുള്ളി എന്നോട് പറഞ്ഞത് 20 വർഷമായിട്ട് പുള്ളിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വാണി ജയറാമിനെ കൊണ്ടൊരു ഗാനം പാടിക്കണം, അത് പുള്ളി കമ്പോസ് ചെയ്തൊരു ഗാനം പാടിക്കണം എന്നുള്ളത്. പക്ഷേ ഇന്നുവരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് സിസ്റ്റർ ചെയ്തൊരു വർക്കായതുകൊണ്ട് എന്തോ ഒരു ഭയങ്കര ദൈവാനുഗ്രഹം തന്നിട്ടിനകത്തുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ 20 വർഷം കാത്തിരുന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം സിസ്റ്റർ ചെയ്ത് ഈ ഒരു 6 മാസം കൊണ്ട്, ശരിക്കും ഞാൻ ഈ ഗാനം അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു മാസം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ വർക്കുകളെല്ലാം തീർത്തു. ഒരു 3 ആഴ്ച, ചുരുങ്ങിയത് ഒരു 3 ആഴ്ച എടുത്തിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു ഇത് നമുക്കൊരു നല്ലൊരു സിനിമാ ലോകത്ത് പരിചയമുള്ള എല്ലാവരും അറിയപ്പെടുന്നൊരു വോയിസിൽ നമുക്ക് ഈ ഗാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എനിക്ക് ചിത്ര യേശുദാസ് എന്നൊക്കെ പറഞ്ഞറിയാം, അല്ലാതെ വേറെ ആര്, പിന്നെ കുറച്ച് ഭക്തിഗാനങ്ങളൊക്കെ പാടിയിട്ടുള്ള ആളുകളെ കുറിച്ച് അറിയാം, അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ അത്ര എനിക്ക് പരിചയമില്ലായിരുന്നു. അതുപോലെ ഫിലിമിലെ കണ്ണൂർ ശ്രീലത ചേച്ചി, സരയു മോഹൻ, ഇവരൊക്കെ ഈ പ്രശസ്തരായവരൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത് എല്ലാം ദൈവാനുഗ്രഹമാണ്. ദൈവം ഇവരിലൂടെ, അതായത് ഒരു ചെറിയ സിനിമയല്ല, ഇതൊരു വലിയ സിനിമ തന്നെയാണ്, വലിയ സന്ദേശം നൽകുന്നതാണ്. എല്ലാം ഒരു തമ്പുരാൻ്റെ പദ്ധതിയായിട്ട് ഞാൻ കാണുകയാണ് ഇതിന്. ആ ചിത്രം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് മറക്കാത്ത, എല്ലാ സീനും പ്രധാനപ്പെട്ടതാണ്, പക്ഷെ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് തോന്നുന്ന ഒരു സീനുണ്ട്. ആടിൻ്റെ കുട്ടികളെ ബാലതാരമായിട്ട് അഭിനയിച്ച കൊച്ച് എണ്ണുന്ന ഒരു രംഗമുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞാൽ അവൻ ആ ആട്ടിൻകുട്ടികളെ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തും. ശരിക്കും നമ്മളുടെ ഇന്നത്തെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്ന മക്കളുടെ എണ്ണമാണ് അതല്ലേ ആ ഒരു കൊച്ചിനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത്ര രസകരമായിട്ട് അങ്ങനെ ഒരു സീൻ എഴുതാൻ വേണ്ടി സിസ്റ്ററിനെ പറ്റി? ഞാനൊരിക്കൽ ഈ ക്രിസ്ത്യൻ ധ്യാനങ്ങൾക്ക് സഹായിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഒരിക്കൽ ധ്യാനത്തിന് പോയ സമയത്ത് ഒരു കൊച്ചിങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന കണ്ടു. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവളുടെ സങ്കടം, അവൾക്ക് അനിയനോ അനിയത്തിയില്ല, ആരുമില്ല, അവളൊരു ഒറ്റ കുട്ടിയാണ്. അപ്പോൾ കൊച്ചു പറയുന്നത് എൻ്റെ പപ്പയോടും മമ്മിയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും അവരെനിക്കൊരു കുഞ്ഞുവാവനും കൂടി തരുന്നില്ല സിസ്റ്റർ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ എനിക്ക് തോന്നി ഈ കുഞ്ഞുമക്കൾ, അതായത് ഇന്ന് അണുകുടുംബങ്ങളാണ്, അണുകുടുംബങ്ങളിൽ കാരണങ്ങളൊക്കെ നമുക്കറിയാം, ജീവിത സാഹചര്യങ്ങൾ, പല എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ടാണ്, പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലാണ് ഇന്ന് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തതോടെ ഒരുപാട് കുട്ടികളുടെ നൊമ്പരമാണത്. ഒപ്പം തന്നെ അത് കുട്ടികൾ മാത്രം സത്യത്തിൽ ഈ സിനിമ കണ്ടാൽ പോരാ, മുതിർന്നവർ കൂടി കാണണം. കാരണം ഈ കൊച്ചി എണ്ണുമ്പോൾ അവൻ്റെ നൊമ്പരം മനസ്സിലാക്കേണ്ടത് അവൻ്റെ മാതാപിതാക്കളാണ്. അപ്പോൾ ഈ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവന് ഇങ്ങനെ ആയി എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് മാതാപിതാക്കന്മാരാണ്. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഒരു കുഞ്ഞു സീനാണെങ്കിലും ഒരു ഫീൽ ചെയ്യത്തക്ക വിധത്തിൽ ആ സീൻ അതിനകത്ത് ചേർത്തിട്ടുള്ളത്.
പുറലോകം തിരിച്ചറിയാതെ പോകുന്ന സമർപ്പിത ജീവിതത്തിന്റെ കഥ കൂടി ചിത്രം ഒരു പ്രമേയമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. സമർപ്പിത ജീവിതത്തിന്റെ യഥാർത്ഥ മുഖത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ സിസ്റ്ററിന്റെ ഒരു മനസ്സിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? സമർപ്പിത ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഞങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും വളരെ ഒരു ചെറിയ രീതിയിൽ ലോകത്തിന് മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ മുൻപിൽ സമർപ്പിതരെക്കുറിച്ചുള്ള ആ ഒരു ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരിക്കും പക്ഷേ വളരെ ചെറിയ ഷോട്ടാണെങ്കിൽ പോലും അത് കാണുന്ന പ്രേക്ഷകരിലേക്ക് അതുണ്ടാക്കുന്ന സിസ്റ്റേഴ്സിനോട് പ്രത്യേകിച്ച് തോന്നുന്ന ഒരു സ്നേഹം ഇപ്പം ആ സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ നമ്മളെല്ലാം ആളുകളെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് സിസ്റ്റേഴ്സ് നൈറ്റ് വിജിലായിട്ടും അല്ലെങ്കിൽ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യേകിച്ച് ഒരു രോഗിയെക്കുറിച്ച് അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന ഒരാളെക്കുറിച്ച് അറിയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോരുന്നതിൽ ഉപരിയായിട്ട് അവർക്ക് വേണ്ടി പ്രത്യേകം ത്യാഗങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരുപാട് സമർപ്പിതരെക്കുറിച്ച് ലോകം അറിയാത്ത ഒരുപാട് ത്യാഗത്തിൻ്റെ ഒരു ജീവിതം അവർക്കുണ്ട്. സിസ്റ്റർ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് വികൃതി പയ്യൻ്റെ കുരുത്തക്കേടുകൾ മാറി അവൻ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പം അവന് വേണ്ടി സിസ്റ്റർ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒഴിവാക്കി ആ ടിഫിൻ ബോക്സിൽ അവന് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിയോഗം എഴുതി വെച്ചു. അത് ആ കൊച്ചിനുണ്ടാക്കുന്ന മാറ്റം ആ കഥ കാണുന്ന സമയങ്ങളിൽ നമ്മളെ വല്ലാതെ സ്പർശിക്കുന്ന ഒന്ന്. അവൻ്റെ ആ ഒരു മുഖത്തെ ആ ഫീല് തന്നെ ഒരു സിസ്റ്റർ തനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവൻ്റെ മാതാപിതാക്കന്മാർ അല്ല, ഒരു സിസ്റ്റർ, അവൻ ആരുമല്ലാത്ത ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സിസ്റ്ററാണ് ഇവന് വേണ്ടി ഒരു ത്യാഗം ചെയ്ത് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ വൈദികരുടെ സമർപ്പിത സമൂഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലോകത്തിൻ്റേതായ സുഖങ്ങൾ, ഒപ്പം തന്നെ സ്വന്തക്കാർ, ബന്ധങ്ങൾ, ലോകം നൽകുന്ന ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവജനത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമൂഹമാണ്. പലപ്പോഴും ലോകം തിരിച്ചറിയാതെ പോകുന്നുണ്ട് അവരുടെ ലൈഫിനെ കുറിച്ച്. പുറമേ നോക്കുമ്പം അവർക്ക് സുഖമല്ലേ, അവർ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നു, കുറച്ച് പണികൾ എന്തെങ്കിലും ഉള്ളൂ, റിസ്ക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലോകം ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് റിസ്ക്കുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. ഓരോ സമർപ്പിത ജീവിതവും അതുപോലെ തന്നെ പുതുതായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള അനേകം ദൈവവിളികളെ വാർത്തെടുക്കുന്നതായി മാറണം എന്നുള്ളൊരു സന്ദേശം കൂടി ചിത്രം കൈകാര്യം ചെയ്തിട്ടാണ് അവസാനിക്കുന്നത്, അല്ലേ? ആ ഫിലിമിലെ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണുന്നുണ്ട് സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയും ത്യാഗവും ഒക്കെ. അത് പിന്നീട് അവൻ്റെ ഭാവിയിൽ, അവൻ്റെ ഓർമ്മകളിൽ എന്നും ഈ കുഞ്ഞുനാളിൽ അവന് കിട്ടിയ ഒരു അനുഭവമാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ, ഇവനെ ആ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിലേക്ക് അടുപ്പിച്ചത് ഈ സിസ്റ്ററിൻ്റെ ഒരു ജീവിതവും പ്രാർത്ഥനയും ത്യാഗങ്ങളൊക്കെയാണ്. ശരിക്കും ഓരോ സിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ അച്ഛന്മാർക്കും തന്നെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവങ്ങൾ പറയാനുണ്ടാവും. അതെ, ശരിക്കും ഏത് അച്ഛനോടോ സിസ്റ്ററിനോടോ ചോദിക്കുമ്പോൾ ഒരു നല്ല ശതമാനം സമർപ്പിതരോടും ചോദിച്ചു കഴിയുമ്പം അവരുടെ സമർപ്പിത ജീവിതത്തിൻ്റെ ആ ഒരു വിളിയിലേക്ക് കടന്നു വന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു വൈദികനോ ഒരു സിസ്റ്ററോ ഉണ്ടാവും. എനിക്ക് തന്നെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ ഞാൻ 1 തൊട്ട് 7 വരെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച സമയത്ത് എന്നെ നന്നായിട്ട് പരിഗണിക്കുകയും അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തോട് എനിക്കൊരു ആഭിമുഖ്യം ഉണ്ടാക്കി തരികയും ചെയ്ത ഒരു സിസ്റ്ററുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പം അവരുടെ പേര് പറയുകയാണെങ്കിൽ സിസ്റ്റർ ജോസി, ഒരു CMC സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ ഇപ്പം പാലക്കയം എന്ന ഇടവകയിൽ അവിടെ അവരുടെ കോൺവെൻറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു ലൈഫ് എനിക്ക് ഒത്തിരി പ്രചോദനമായിട്ട് തോന്നി. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയും ഞങ്ങളോടുള്ള കുട്ടികളോടുള്ള ഇടപെടലും, വളരെ സ്നേഹപൂർവ്വം ഇടപെടുന്നു, നല്ല നല്ല കുറേ ശീലങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ ഫിലിമിലൂടെ ഒരു മെസ്സേജ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്, എല്ലാ കുഞ്ഞുങ്ങളും തങ്ങളുടെ ദൈവവിളി തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കുക. അതായത് പ്രത്യേകിച്ച് സമർപ്പിത ദൈവവിളിയോടൊരു ആഭിമുഖ്യം കിട്ടിക്കഴിയുമ്പോൾ അത് വളർത്താനും ആ ദൈവവിളി തിരഞ്ഞെടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന നല്ല വിശുദ്ധരായ സമർപ്പിതരായി തീരാനും ഇവർ പരിശ്രമിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി കൊടുക്കാനായിട്ടാണ് ഞാനിതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. സിസ്റ്റർ, ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചിത്രം ഇനി എവിടെ പോയാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് കാണാൻ പറ്റുന്നതെന്നുള്ളത്. ചിത്രം ഒരിക്കലും ഒരു തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെയായിരിക്കും പ്രേക്ഷകർക്ക് ഈ ചിത്രം ഇനി കാണാൻ സാധിക്കുക? ഈ ഫിലിം ചെയ്തതിൻ്റെ ഒറ്റ ഉദ്ദേശം നമ്മുടെ എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും ഇതിൻ്റെ സന്ദേശം എത്തണമെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട സന്ദേശങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഈ സന്ദേശങ്ങൾ എത്തണമെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ കൊണ്ടേ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും പോയി കാണണമെന്നില്ല, എല്ലാ കുട്ടികളും പോയി കാണണമെന്നില്ല, പ്രായമായവർ പോയി കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ഇടവകകൾ തോറും, അതുപോലെ സൺഡേ സ്കൂളുകൾ, യൂത്തിൻ്റെ പ്രോഗ്രാമുകൾ, കൺവെൻഷനുകൾ, അങ്ങനെ നമ്മുടെ എന്ത് പ്രോഗ്രാമുകൾ നടക്കുന്നു അവിടെ എല്ലാം കൊണ്ടുപോയി ഇത് കാണിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്.
കാരണം എല്ലാ ഇടവകയിലും എല്ലാ കുടുംബത്തിലും ഈ സന്ദേശങ്ങൾ എത്തണം. കുഞ്ഞുങ്ങൾ മാത്രം കണ്ടാൽ പോരാ, മാതാപിതാക്കന്മാർ കാണണം. കാരണം കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് മാതാപിതാക്കന്മാർ. അപ്പോൾ മാതാപിതാക്കന്മാർ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഒരാഗ്രഹം ഇങ്ങനെ ഇടവകകൾ തോറും കൊണ്ടുപോകണം എന്നുള്ളതാണ്, പ്രദർശനമായി കൊണ്ടുപോകണം എന്നാണ്. അന്യം നിന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളുടെയും ഒപ്പം തന്നെ ത്യാഗനിർഭരമായ സന്യാസ ജീവിതത്തിൻ്റെയും കഥയാണ് എൻ്റെ വെള്ളിത്തൂവൽ പ്രേക്ഷകരോട് പറയുന്നത്. തീർച്ചയായിട്ടും ഒത്തിരിയധികം നന്മയുള്ളൊരു ചിത്രമാണിത്. ഈ ഒരു സംഭാഷണത്തിലുടനീളം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഒരുപാട് വേദനയുടെ, ഒരുപാട് കഷ്ടപ്പാടിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ചിത്രം പ്രേക്ഷകരുടെ മുൻപിലേക്ക് സിസ്റ്ററും സംഘവും എത്തിക്കുന്നത്. തീർച്ചയായിട്ടും സിസ്റ്റർ ഉദ്ദേശിച്ച ആ നന്മ എൻ്റെ വെള്ളിത്തൂവൽ വിശുദ്ധിയുടെ പൊൻതൂവലായിട്ട് എല്ലാ കുടുംബങ്ങളെയും നവീകരിക്കുന്ന സന്ദേശമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് സിസ്റ്ററിനോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിൻ്റെ വരുന്ന ആളുകളിലേക്കുള്ള സംരംഭങ്ങൾക്കും സിസ്റ്ററിൻ്റെ ശുശ്രൂഷയ്ക്കും എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ആയിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആത്മാവിൽ എൻ്റെ ആത്മാവിൽ